വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ അമ്മ ചോദിച്ചു നമുക്ക് ഇന്ന് ചക്ക വേവിച്ചാലോ, എങ്കിൽ നീ പോയി ചക്ക എടുത്തിട്ട് വാന്ന് പറഞ്ഞു. അപ്പം മിറ്റമൊക്കെ അത്യാവശ്യം തെന്നിത്തെറിച്ച് കിടക്കുകയാണ്. അപ്പോൾ അമ്മ ഞാൻ അധികം കൊണ്ടുപോയില്ല, ഞാൻ തന്നെ പോയി ചക്ക എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു. ലാസ്റ്റ് ചക്കയാണിത്. അപ്പോൾ ഇത് വെറുതെ ഇല്ലെണ്ടാക്കി കളയണ്ടെന്ന് വിചാരിച്ചാട്ടോ നമ്മളിന്ന് ചക്കയാക്കിയത്. മഴക്കാലം തുടങ്ങിയതുകൊണ്ട് തന്നെ ചക്കയോടുള്ള ഭ്രമമൊക്കെ പോയി. ആ ടൈമിൽ മഴയൊന്ന് തോർന്ന് നിൽക്കുകയായിരുന്നു, എങ്കിലും ചാറ്റൽ മഴ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ തോട്ടിയും കൊണ്ട് പോയി ചക്ക വലിച്ചിടാൻ നോക്കുകയാണ് കേട്ടോ. 2 ചക്ക കിടക്കുന്നതിൽ ഒരു ചക്കയായിരുന്നു കേട്ടോ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. പക്ഷേ അത് അല്പം പഴുത്ത ചക്കയായിപ്പോയി. അത് വീണ് അതെന്ത് ചെയ്യണമെന്ന് ഞാൻ അതറിയാതെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അമ്മ പറഞ്ഞു കുഴപ്പമില്ല, 2 എടുത്തിട്ട് പോരെ, ഒന്ന് നമുക്ക് കുരുവെങ്കിലും എടുക്കാമല്ലോ അതിൽ നിന്ന്. കുരു വെറുതെ കളയണ്ടല്ലോ, ചക്കക്കുരുവിനൊക്കെ ഇപ്പം ഭയങ്കര ഡിമാൻഡാണ്. അപ്പോൾ ഉണ്ടായിരുന്നതിൽ അല്പം വലിയ ചക്ക ഇതായിരുന്നു, അതാണ് തറയിൽ വീണ് ഒന്ന് ചളുങ്ങിപ്പോയി. വേറെ പ്രശ്നമൊന്നുമില്ല, കാക്കയൊക്കെ ഒന്നും കൊത്തിയിട്ടൊന്നുമില്ല. അത് പഴുത്ത് നിൽക്കുകയായിരുന്നു. 2 ദിവസത്തിനകം നമ്മളിത് വന്ന് പറിച്ചില്ലായിരുന്നെങ്കിൽ എന്തായാലും തറയിൽ വീണ് പോയേനെ. അപ്പോൾ നമുക്ക് കുരുവെങ്കിലും എടുക്കാമല്ലോ എന്ന് പറഞ്ഞാണ് ഞാനത് എടുത്തുകൊണ്ട് വന്നത്. പിന്നെ നമുക്ക് വേവിക്കാൻ കിട്ടിയത് ഈ ചെറിയ ചക്കയായിരുന്നു. അപ്പോൾ ഇന്ന് അത്യാവശ്യത്തിന് ഇത് മതി, തൽക്കാലം ഇതും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ചക്ക പറിച്ച് കഴിഞ്ഞാൽ ഉടനെ വേണ്ടത് നമുക്ക് കാന്താരിമുളകാണ്. പിന്നെ ഞാൻ കാന്താരിമുളക് വെച്ചാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ. അപ്പം ചക്കയ്ക്ക് അരയ്ക്കാനും നമുക്ക് കാന്താരിമുളക് വേണം, പിന്നെ നമുക്ക് ഉപ്പും മുളകും ഉടയ്ക്കാനും വേണം. ഉപ്പും മുളകും ഉടച്ച് കഴിക്കുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. എനിക്ക് ക്യാമറ എടുത്ത് തരാൻ ആരുമില്ല, അപ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ എടുത്തതേ ഉള്ളൂ. ഞാൻ 8 വർഷം കൊണ്ട് ഉപയോഗിക്കുന്ന ഫോണാണ്, അപ്പോൾ അതിൻ്റെ ചില ക്ലാരിറ്റി പ്രശ്നങ്ങളും ഉണ്ട്. ഏറ്റവും കൂടുതൽ നമ്മളവിടെ കണ്ടുവരുന്നത് ഇപ്പോൾ കൊതുകാണ് കേട്ടോ. ഭയങ്കര കൊതുകാണ്. കൂടുതൽ നേരം നമുക്ക് തോട്ടത്തിലൊന്നും പോയി നിൽക്കാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് ആവശ്യമുള്ള മുളക് ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. എന്തായാലും വന്നതല്ലേ, ഇറങ്ങി വയലിൽ തേങ്ങ കൂടി ഉണ്ടോ എന്ന് നോക്കിയിട്ട് പോകാമെന്ന് കരുതി കേട്ടോ. പക്ഷേ അപ്പുറത്ത് നിന്നപ്പോഴേ ഒരു വെള്ള കളർ സംഭവം കണ്ടു. അപ്പോഴേ എനിക്കൊരു ഡൗട്ടായി, കൂണാണോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എനിക്ക് കൂൺ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. കഴിഞ്ഞ തവണ മഴയത്തൊക്കെ നമുക്ക് ഒരുപാട് കൂണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം കൂൺ അങ്ങനെ കുറവായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്നലെയും ഇവിടെ വന്ന് നോക്കിയാൽ മതിയായിരുന്നു, ഒരു കൂണ് പോയി. അതല്ലെങ്കിൽ ഇന്നലെ തോരൻ വെച്ച് കൂട്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഒരു കൂൺ കിട്ടിയിട്ടുണ്ട്. വിരിഞ്ഞതേ ഉള്ളൂ. ഇത് അധിക സമയമൊന്നും നിൽക്കത്തില്ലല്ലോ, പെട്ടെന്ന് തന്നെ കൃമിയാവും. അപ്പോൾ അതിന് മുന്നേ നമുക്ക് പറിച്ചെടുക്കണമല്ലോ. അങ്ങനെ കൂണ് കിട്ടി. തേങ്ങയൊന്നും കിട്ടിയില്ലെങ്കിലും കൂണ് കിട്ടിയ സന്തോഷത്തിൽ ഞാൻ കൂണും പറിച്ച് നേരെ പോകുന്നുണ്ട്. അപ്പം മണ്ണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കൂണിൽ. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊന്ന് കഴുകാമെന്ന്. അപ്പം ഞാൻ നേരെ അവിടെ നമുക്കൊരു ചെറിയ കുളമുണ്ട്, അപ്പുറത്തൊരു വലിയ കുളമുണ്ട്. അപ്പോൾ വലിയ കുളത്തിനകത്ത് പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല, അതിനകത്ത് അങ്ങനെ വീണ് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും. അപ്പോൾ പിന്നെ ഞാൻ ചെറിയ കുളത്തിൽ പോയി നമ്മുടെ കൂണൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. 2 ദിവസം അടുപ്പിച്ചുള്ള മഴ കാരണം കേട്ടോ നമ്മുടെ വെള്ളം ഇങ്ങനെ കലങ്ങി കിടക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്ക് ഇത് തെളിയും കേട്ടോ. മഴയൊന്ന് ശാന്തമാകുമ്പോഴത്തേക്ക് ഒന്ന് തെളിഞ്ഞോളൂ. ഈ മഴയൊക്കെ പെയ്ത് കിടക്കുമ്പോൾ നമ്മുടെ തോട്ടത്തിലും വയലിലും ഒക്കെ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല സൗണ്ടും വെള്ളം വീഴുന്നതും എല്ലാം കേൾക്കാൻ നല്ല ഭംഗിയാണ്. വയലിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷം ഞാൻ ചേച്ചിയുടെ കൂടെ ബാങ്കിൽ വരെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ എടുക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അങ്ങോട്ട് പുള്ളിക്കാരി തിരിഞ്ഞിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യരുത് എന്ന് പറയുന്നതല്ലേ ചെയ്യൂ. അങ്ങനെ ബാങ്കിനൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് നല്ല മീൻ ഇരിക്കുന്ന കണ്ടു. അപ്പം നമ്മൾ മീൻ വാങ്ങിയിട്ട് പോകാമെന്ന് കരുതി. ഇപ്പം മീനൊക്കെ ഒടുക്കത്തെ വിലയാണല്ലോ, അതുകൊണ്ട് തന്നെ നമ്മുടെ വീടിൻ്റെ അതിലേ കൂടി ഇപ്പം മീൻ വരുന്നത് കുറവാണ്. പിന്നെ നമ്മുടെ അടുത്ത് തന്നെയാണ് മാർക്കറ്റ് ഉള്ളത്. ജംഗ്ഷനിലായതുകൊണ്ട് തന്നെ നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും മീൻ മേടിക്കുന്നതിലോ അല്ലാതെ ചിക്കൻ മേടിക്കുന്നതിലോ ഒന്നും തോന്നിയിട്ടില്ല. പിന്നെ നമുക്ക് കുറച്ച് പച്ചക്കറി ഫ്രൂട്ട്സ് ഐറ്റം മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ചു. അതൊക്കെ വാങ്ങിച്ചതിന് ശേഷമാണ് നമ്മൾ മല്ലിയില മറന്നുപോയ കാര്യം ഓർത്തത്. പിന്നെ നമ്മൾ തിരിച്ച് വന്ന് മല്ലിയില കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് മല്ലിയിലൊന്നും ആവശ്യമില്ല, ഒരു ഇച്ചിരി മല്ലിയിലയുടെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞൊരു ഉച്ച കഴിഞ്ഞ് മഴ അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് കുട്ടീസിനെ വിളിക്കാൻ പോകണം. സ്കൂൾ ബസ് നമ്മുടെ ജംഗ്ഷൻ വരെ വരുള്ളൂ. അപ്പോൾ അതുവരെ പോകണം. നമ്മുടെ സൈഡിലല്ല സ്കൂൾ ബസ് നിർത്തുന്നത്, ഓപ്പോസിറ്റ് സൈഡിലാണ്. അപ്പോൾ ക്രോസ് ചെയ്ത് വരാൻ ബുദ്ധിമുട്ടാണ്. മഴയും കൂടെ ആയതുകൊണ്ടാണ്, കാരണം നല്ല ബുദ്ധിമുട്ടാണ്. വണ്ടിയൊക്കെ ചീറി പാഞ്ഞാണ് പോകുന്നത്. അപ്പോൾ സൂക്ഷിച്ചും കണ്ടുമൊക്കെ വിളിച്ചുകൊണ്ട് വരണമല്ലോ. അപ്പോൾ കുടയൊക്കെ കൊണ്ട് കൊടുത്ത് അവരെ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. ആദ്യം ഊട്ടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം കൂടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ അവിടെ നിന്ന് തന്നെ കുറച്ച് കൂടുതൽ കുട്ടികളുണ്ട് ആ ട്രിപ്പിൽ വരാൻ വേണ്ടിയിട്ട്. ഇവർ സെക്കൻഡ് ട്രിപ്പോ എന്തോ ആണ്. അപ്പോൾ ഇന്ന് ഞാനാണ് കേട്ടോ ഇവരെ വിളിക്കാൻ പോയത്. അപ്പം വിളിച്ച് ക്രോസ് ചെയ്ത് നമ്മൾ വീട്ടിലേക്ക് നടക്കുകയാണ്. അങ്ങനെ വന്നപ്പോഴാണ് കേട്ടോ വലിച്ചൻ ചേച്ചിയുടെ ഓട്ടംതുള്ളലിൻ്റെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന ടൈമിൽ എടുത്തിട്ടുള്ളതായിരുന്നു കേട്ടോ. സ്കൂളിലും കോളേജിലും ഒക്കെ പോയ ടൈമിലായിരുന്നു. ഇപ്പോൾ പുള്ളിക്കാരി അതെല്ലാം നിർത്തിയിട്ടുണ്ട്.
അപ്പോൾ ചേച്ചിയുടെ ഡാൻസൊക്കെ കണ്ടിട്ട് ഞാൻ വീട്ടിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പം ദേ അമ്മ നല്ല ചൂട് ചായ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പവും ഉള്ളിക്കറി ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഇടിയപ്പം. 4 നേരവും ഇടിയപ്പം തന്നാലും എനിക്ക് വലിയ വിഷമമൊന്നുമില്ല, ഞാൻ സന്തോഷത്തോടെ കഴിക്കും. ചായ കുടിക്കുന്നതിൻ്റെ കൂടെ തന്നെ അമ്മേനോട് ചോദിച്ചു ഇടിയപ്പം ഇരിപ്പുണ്ട് വേണമെന്ന് ചോദിച്ചു. കേട്ട പാതി കേൾക്കാത്ത പാതി ഇടിയപ്പവും കഴിച്ചു കേട്ടോ. നമ്മൾ ഉള്ളിക്കറിക്ക് അത്യാവശ്യം നല്ല എരി ആയതുകൊണ്ട് തന്നെ വേറെ എന്തെങ്കിലും കുറയ്ക്കാൻ കിട്ടുമെന്ന് ഞാൻ കയറി ഒന്ന് പരതി നോക്കിയപ്പോൾ ദേ നമ്മളുണ്ടാക്കി വെച്ചിരുന്ന ചിപ്സ് കിട്ടി. അങ്ങനെ ചിപ്സും കൂടി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ദേ ഈ രാത്രി ഞാനിത് എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ, രാത്രിയിൽ പോകുന്നത് വേറൊന്നും അല്ല, ചേച്ചി വിളിച്ചിട്ടുണ്ട്, എന്തോ ഒരു സാധനം തരാനാണെന്ന് മാത്രം എനിക്കറിയാം. അപ്പോൾ റോഡ് വഴി പോകുന്നത് വേറൊന്നും കൊണ്ടല്ല, സ്റ്റെപ്പ് വഴി പോകാൻ പറ്റുന്നില്ല, മഴ പെയ്തതുകൊണ്ട് നന്നായിട്ട് തെന്നി കിടക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കാൻ നിന്നില്ല, റോഡ് വഴി പോകാമെന്ന് കരുതി. അപ്പോൾ ദേ വേറൊന്നുമല്ല, പായസമാണ് കൊണ്ടു തന്നത്. ഒരു വിശേഷം ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ പായസമാണ് വൈകിട്ടാണ് ചേച്ചി വെച്ചത്. പായസം എൻ്റെ കയ്യിൽ കൊണ്ടു തന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എത്രയും പെട്ടെന്ന് ഞാനത് മൊത്തം കുടിച്ചു കേട്ടോ, അത്രയ്ക്ക് അടിപൊളി പായസമായിരുന്നു. അപ്പോൾ നമ്മൾ കൂണ് ഉച്ചയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, നമ്മൾ രാത്രിയിൽ കൂണെടുക്കാമെന്ന് കരുതി. ഉച്ചയ്ക്ക് ചക്ക ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ അതെടുക്കണ്ട, അതെല്ലാം കൂടി ഒന്ന് ആസ്വദിച്ച് കഴിക്കാൻ ഒരു ടൈം കിട്ടത്തില്ല. ആകെ കൂടി ഇത്തിരി കൂണേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ നമുക്ക് അത് ക്ലീൻ ചെയ്തെടുത്തപ്പോൾ അത് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ വേഗം തന്നെ ആ കൂണൊന്ന് തട്ടിക്കൂട്ടി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി നമ്മുടെ ഷോർട്സിനകത്തൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇത് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയുന്നില്ല. അപ്പം നമ്മുടെ കൂൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഈ ഉള്ളിയും തേങ്ങയൊക്കെ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, അത്രയും തിന്നാലോ, കുറച്ച് കൊണ്ടിട്ടെടുത്താൽ ഇച്ചിരിയല്ലേ കിട്ടത്തുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ ചോറിൻ്റെ കൂടെ അത് മാത്രം ആക്കിയിട്ടുണ്ട്. വേറെ മോരുകറി, പിന്നെ ഉച്ചക്കലത്തെ മുളക് ഉടച്ചത് അതെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ ഞാൻ കുറച്ച് മോരുകറി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇതെല്ലാം എനിക്ക് ഒരു പാത്രത്തിൽ വേണം കേട്ടോ കഴിക്കാൻ. എനിക്ക് വേറെ വേറെ പാത്രത്തിലെടുത്ത് വെച്ചിരുന്ന് കഴിക്കാൻ എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത കാര്യമാണ്. എനിക്കെല്ലാം എൻ്റെ ഒരു പാത്രത്തിലിരിക്കണം, കൂട്ടാനും കറിയെല്ലാം. അപ്പോൾ ഞാൻ അങ്ങനെ എടുത്തു. അപ്പോൾ കൂൺതോരൻ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങളുടെ അടുത്തൂടെ പറഞ്ഞു തരണമല്ലോ. അപ്പം ഞാൻ കൂൺതോരൻ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകണം കേട്ടോ. ഞാൻ കുറച്ച് തേങ്ങയൊക്കെ അധികം എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി കൂണുണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ആയതിനെ. എനിക്ക് ഇഷ്ടപ്പെട്ടു, സൂപ്പറായിട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് തനിയെ ഞാനങ്ങ് കഴിച്ച് തീർത്തു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷം. നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.